നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. വല്ലാത്ത ആഴമുള്ള കുളവാ, കണ്ടത് നന്നായി. അതെ, ദേവിമായുടെ കാവലുള്ള സ്ഥലമല്ലേ? എന്തായാലും രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും. മോളെ പേടിച്ചു പോയോ? സാരമില്ലടാ, എനിക്കൊന്നുമില്ല. എന്തോ ഒരു വിഘ്നം ഉണ്ടായിരുന്നു, അത് ഇതോടെ കഴിഞ്ഞു. വേണം മതിയടാ. ഒന്നും മിണ്ടായിരുന്നേ. കിടന്ന് പിടയുന്ന കണ്ടപ്പോ എന്റെ ജീവൻ പോയി. നിന്റെ ഒരു കാര്യം, അതെ ഇപ്പോഴേ രക്ഷപ്പെട്ടൊന്നും അല്ല. ഇവന്റെ സങ്കടം ഒന്ന് അടക്കാനാ പാട്. പോലെ എനിക്കൊന്നും ഇല്ലടാ. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എഴുതിയ വരികളിൽ എഴുതാതെ പോയ കുറേ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരുപാട് വായിക്കണം. വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം. സ്നേഹപൂർവം, ഹരി. കത്തിൽ പേര് വെക്കാതിരുന്നത് നന്നായി എന്ന് തോന്നി. ആരാധിക. ആ വിളിക്കൊള്ളാം. ഞാനത് സ്വീകരിച്ചു. മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒരാരാധികയ്ക്ക് മാറ്റിവെക്കാൻ കുറച്ച് സമയമുണ്ടാവൂ. ഉണ്ടല്ലോ അല്ലേ? പുതിയ കവിത വായിച്ചു. നന്നായിട്ടുണ്ട്. മനസ്സിന്റെ മുറിവുകൾ മായ്ക്കുന്ന മാന്ത്രിക വൈദ്യന്മാരാണ് കവിതകളെന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ശരിയാണ്, വാക്കുകളിൽ മുറിവുകൾ ഉണക്കാനുള്ള മരുന്നുണ്ട്. എന്റെ മനസ്സിലെ മുറിവുകളെ അത് സുഖപ്പെടുത്തുന്നുമുണ്ട്. താങ്ക്സ്. കൂടിയ വാക്കുകൾ ഒരു കവിയോട് പറയാൻ എനിക്ക് ഭയമാണ്. വാക്കുകളുടെയും അർത്ഥത്തിന്റെയും മൊത്തക്കച്ചവടക്കാരാണല്ലോ നിങ്ങൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.